നിങ്ങൾക്ക് ഒരു ഗ്രൗണ്ട് സ്റ്റാഫോ ക്യാബിൻ ക്രൂ ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന കോഴ്സ് പഠിക്കണം എന്നൊന്നുമില്ല. ക്യാബിൻ ക്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് +2 മതിയാവും. ഗ്രൗണ്ട് സ്റ്റാഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രാജുവേഷൻ ആണ് പറയുന്നത്. പിന്നെ ഇന്ന സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്ട് പഠിക്കണം അങ്ങനെയൊന്നുമില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഏവിയേഷൻ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആണ്, ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒന്നും പഠിക്കാനില്ല, വെറുതെ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ സാലറി കിട്ടും. എന്നാൽ അത് അങ്ങനെ അല്ല. ഏത് ഡിഗ്രി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ +2 ഒക്കെ മതി ക്വാളിഫിക്കേഷൻ പറയുന്നതിന്റെ ഒരു വലിയ റീസൺ എന്താണെന്ന് അറിയോ? എയർപോർട്ടിനകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ മാത്രം പഠിക്കാൻ പറ്റുന്ന ജോലികളാണ് നമ്മൾ ഈ എയർപോർട്ടിൽ ചെയ്യുന്നത്. പിന്നെ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഞാനും അങ്ങനെ വിചാരിച്ചു. വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു, ചെക്ക് ഇൻ ചെയ്യുന്നു, ആൾക്കാരോട് ചിരിച്ചുകൊണ്ട് ഇടപെടുന്നു, ഭംഗിയിൽ ഗ്രൂം ചെയ്തിരിക്കുന്നു. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ ഞാൻ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങളൊരു ജോലിക്ക് കയറുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 മാസക്കാലത്തേക്ക് ഒരു കൈൻഡ് ഓഫ് ഡിപ്രഷനിലായിരിക്കും നിങ്ങൾ. എല്ലാം കൂടി എനിക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിത് പാർട്ടായിട്ട് ഇറക്കാം. അപ്പൊ കണ്ടാൽ മതി. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ.